ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ചന്ദ്രികാസ് കിച്ചൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് നമ്മൾ ഇതിനു മുമ്പേ ചെയ്ത ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കൃഷി സ്കീമുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞങ്ങൾ പാർട്ട് 1 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മുഴുവൻ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കി ഭാഗങ്ങൾ ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാണ്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞങ്ങൾ ഈ ഒരു വീഡിയോയുടെ മുകൾ ഭാഗത്തായിട്ട് കൊടുത്തിരിക്കാം. പുതിയതായിട്ട് ഇനി കൃഷിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിലും അതേപോലെ തന്നെ ചെറിയതായിട്ട് കൃഷി ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും ഇതൊരു വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് പാർട്ട് 2ലേക്ക് പോകാം. പിന്നെ വേറൊരു പദ്ധതിയാണ് പച്ചക്കറി തൈകൾ നമുക്ക് സൗജന്യമായിട്ട് ആണ് ഇതിൽ അവർ കൊടുത്തിരിക്കുന്നത് സൗജന്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാവർക്കും സൗജന്യമായിട്ട് കിട്ടും. അതായത് അത്യാവശ്യം കൃഷി ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും കേട്ടോ ഇത് കിട്ടുന്നത്. അപ്പോൾ അതിന് അർഹതപ്പെട്ട ആൾക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുകിട നാമമാത്ര കർഷകർ, അതേപോലെ തന്നെ നഗരസഭ പരിധിയിൽ ഉണ്ടായിരിക്കണം, അതായത് പരിധിയിലെ താമസക്കാർ, സ്വന്തമായിട്ട് സ്ഥലമുള്ളവർക്ക്, ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ഒരു പച്ചക്കറി തൈകൾ ഫ്രീ ആയിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു പദ്ധതിയിൽ മുൻഗണന ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് മൺചട്ടികളിലും ഗ്രോ ബാഗിലും അല്ലാതെ കൃഷി ചെയ്യാൻ സൗകര്യമില്ലാത്തവർ, മട്ടുപ്പാവ് കൃഷി ചെയ്യുന്നവർ, വനിതകൾ, പിന്നോക്ക വിഭാഗക്കാർ, യുവജനങ്ങൾ. അതായത് ഇപ്പം നിങ്ങൾക്ക് ചെറിയൊരു കൃഷി ആണ് നിങ്ങളുടെ കയ്യിലുള്ള, അതായത് ചെറിയൊരു കൃഷിയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പച്ചക്കറി തൈകൾ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ വീടുകളിൽ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. തികച്ചും സൗജന്യമാണ്. അപ്പം ചെറുതായിട്ടൊക്കെ കൃഷി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നവർക്കൊക്കെ ഒരു സുവർണാവസരമാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പദ്ധതി അനുസരിച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കുറേ പച്ചക്കറി തൈകൾ കിട്ടും. അത് തന്നെ നിങ്ങൾക്ക് മെയിനായിട്ട് അവരിത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു ഇതിൽ അപേക്ഷിക്കുകയാണെങ്കിൽ ഒത്തിരി വെണ്ടയ്ക്ക, അതുപോലെ തന്നെ വഴുതനങ്ങ, പയർ, അങ്ങനെയുള്ള ഒത്തിരി തൈകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇത്രയും പറഞ്ഞതിൽ ഇനി നമുക്ക് 2 പ്രോജക്റ്റ് കൂടിയാണ് കൃഷി സംബന്ധമായിട്ടുള്ള പ്രോജക്റ്റുകൾ. അതുകൂടെ ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതിൽ വരുന്ന ഒരു പ്രോജക്റ്റാണ് കുറ്റിക്കുരുമുളക് തൈ വിതരണം. വനിതകൾക്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറുകിട നാമമാത്ര കർഷകരും നഗരസഭ പരിധിയിൽ താമസക്കാരും സ്വന്തമായിട്ട് സ്ഥലമുള്ളവർക്കൊക്കെയാണ് ഈ ഒരു കുരുമുളക് തൈ വിതരണം. അതായത് നല്ല ക്വാളിറ്റിയുള്ള കുറ്റിക്കുരുമുളകിൻ്റെ തൈയാണ് കേട്ടോ. കാരണം ഞങ്ങളും ഈ ഒരു പദ്ധതി അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിരുന്നു. അത്യാവശ്യം അത് ഇപ്പം നന്നായിട്ട് തിരിയൊക്കെ ഇട്ട് നല്ല കുരുമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ കൂടെ ആ ഒരു കുരുമുളകിൻ്റെ അതിൻ്റെ ഒരു ഗ്രോത്ത് ഞങ്ങൾ കാണിച്ചു തരുന്നതാണ്. കാരണം അത്രയും ക്വാളിറ്റി ഉണ്ട്. നമ്മൾ വെച്ചാലും അത് ചീത്തയൊന്നും പോകില്ല. കറക്റ്റായിട്ട് നന്നായിട്ട് വളരുന്ന നല്ലൊരു ക്വാളിറ്റിയുള്ള കുറ്റിക്കുരുമുളകിൻ്റെ തൈ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ വേറൊരു മുൻഗണനാ മാനദണ്ഡങ്ങൾ അവർ പറഞ്ഞിരിക്കുന്നത് ഗ്രോ ബാഗ് ഇല്ലാതെ കൃഷി ചെയ്യാൻ ഇല്ലാത്തതായിട്ടുള്ള വനിതകൾക്കാണ് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, വനിതകൾക്കാണ്. അതേപോലെ തന്നെ പിന്നോക്ക വിഭാഗക്കാർക്കുണ്ട്, കൃഷി ഉപജീവനമായി സ്വീകരിച്ചിട്ടുള്ളവർക്കുണ്ട്. പിന്നെ കഴിഞ്ഞ 2 വർഷത്തിനകം ഇതേ പദ്ധതിയിലൂടെ ഗുണഭോക്താക്കളായി വരാത്തവർ, അതായത് ഇതിനു മുമ്പ് കിട്ടാത്ത ആളുകൾക്കാണ് ഈ ഒരു പദ്ധതി അനുസരിച്ചിട്ട് ഈ ഒരു കുറ്റിക്കുരുമുളകിൻ്റെ തൈ കിട്ടുക. പിന്നെ അല്ലാത്ത ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചിട്ട് മറ്റുള്ളവയിൽ അവർ കോളത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 400 രൂപ വില വരുന്ന കുറ്റിക്കുരുമുളക് തൈകളാണ് അവർ കൊടുക്കുന്നത്. അതിൽ 300 രൂപ സബ്സിഡി, 100 രൂപ ഗുണഭോക്തൃ വിഹിതമായി കൃഷിഭവനിൽ അടയ്ക്കണം. അതായത് വെറും 400 രൂപയുടെ തൈകൾക്ക് 100 രൂപ മാത്രം നിങ്ങൾ അടച്ചാൽ മതി. അതും നല്ല ക്വാളിറ്റിയുള്ള കുറ്റിക്കുരുമുളക് തൈ തന്നെയാണ്. പിന്നെ അവസാനത്തെ ഞാനിതിവിടെ പറയുന്നത് പുഷ്പകൃഷിയാണ്. അതായത് പൂക്കളായിട്ട് ഇനിയിപ്പോൾ പൂക്കൾ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പം അതിൽ പറഞ്ഞിരിക്കുന്നത് ചെറുകിട നാമമാത്ര കർഷകരും നഗരസഭ പരിധിയിൽ താമസക്കാരും കുറഞ്ഞത് 10 സെൻറ്റ് കൃഷി ചെയ്യാൻ തയ്യാറുള്ളവർ. കാരണം പുഷ്പകൃഷിയാണല്ലോ, അപ്പോൾ അത്രയും സ്ഥലമെങ്കിലും വേണം. അതുകൊണ്ടാണ് അവർ 10 സെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിലെ മുൻഗണനാ മാനദണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്നത് കൃഷി ഉപജീവന മാർഗമായിട്ട് സ്വീകരിച്ചിട്ടുള്ളവരും, പരമ്പരാഗത കർഷകരും, പിന്നോക്ക വിഭാഗക്കാരായ കർഷകർ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ, കൃഷി ചെയ്യാൻ സ്വന്തം ഭൂമിയുള്ളവർ. പദ്ധതി അനുസരിച്ചിട്ട് നമ്മൾ മുഴുവൻ തുകയുടെ 25% ഗുണഭോക്തൃ വിഹിതമായിട്ട് അടയ്ക്കേണ്ടത്. അപ്പം ഇതിൽ മെയിനായിട്ട് വേണ്ടത് 10 സെൻറ്റ് സ്ഥലമെങ്കിലും ഉണ്ടായിരിക്കണം. ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടുകളിൽ പുഷ്പകൃഷി പ്രോത്സാഹിപ്പിക്കലാണ് മെയിൻ ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബാക്കി ഇനി ഇതിൽ അല്ലാതെയുള്ള കുറേ പദ്ധതികൾ ഉണ്ട്. ഭവന പുനരുദ്ധാരണം, അതേപോലെ തന്നെ മുട്ടക്കോഴി വിതരണം,
പിന്നെ അതേപോലെ തന്നെ സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറേ പദ്ധതികളൊക്കെ ഉണ്ട്. അതായത് ലാപ്ടോപ്പ് വിതരണം ചെയ്യണത് അതെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഈ ഒരു ഫോം കളക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് പദ്ധതിയാണോ ആവശ്യം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതാണോ അതനുസരിച്ച് നിങ്ങൾക്ക് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ, അതായത് പെട്ടെന്ന് തന്നെ വേറൊരു ഇതൊന്നും നമുക്ക് ഈ ഒരു പദ്ധതിയിലില്ല. അതായത് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മൾ സ്കീം അനുസരിച്ച് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സ്കീമിലുള്ള പദ്ധതി പ്രകാരം ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അത് ഫിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഞങ്ങളുടെ ചാനലിൽ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ടെറസിലാണെങ്കിൽ കൂടിയും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. വിഷമില്ലാത്ത പച്ചക്കറികൾ എല്ലാവരും ഉണ്ടാക്കുക, അത് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ വീഡിയോ എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. താങ്ക്